നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന സർക്കാർ സംസ്ഥാനത്ത് വാർഷിക ആഘോഷങ്ങൾക്ക് കോടികൾ പൊടിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുന്നംകുളത്ത് തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വികസിത കേരളം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ നിന്ന് കടം വാങ്ങി ജീവിക്കുന്ന പിണറായി സർക്കാർ സംസ്ഥാനത്ത് വാർഷികാഘോഷങ്ങൾക്ക് കോടികളാണ് പൊടിക്കുന്നത്. വികസിത കേരളം എന്നത് ബിജെപിയുടെ വെറുമൊരു മുദ്രാവാക്യം അല്ലെന്നും പാർട്ടിയുടെ ദൌത്യമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. തൃശൂർ നോർത്ത് ജില്ല തന്റെ അമ്മയുടെ നാട് എന്നതിനാൽ ഏറെ പ്രിയപ്പെട്ട ഇടമാണെന്നും സ്വന്തം നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ചെയ്യാൻ പോകുന്നു ഈ ടീം വികസിത കേരളം എന്ന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികളെല്ലാം പ്രഖ്യാപിച്ചിട്ട് 4 ദിവസം മുമ്പേ തുടങ്ങിയ ഈ പ്രോഗ്രാം ഇന്നലെ ആദ്യത്തെ കൺവെൻഷൻ തൃശ്ശൂർ സിറ്റിയിലായിരുന്നു. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇനി അങ്ങനെ മെയ് 10-ാം തീയതി വരെ 30 ജില്ലയിൽ ഞാൻ പോയി ഈ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം അതിൻ്റെ കാഴ്ചപ്പാട് അത് എന്താണ്, എന്തുകൊണ്ട് നമ്മളെല്ലാവർക്കും ഇതൊരു ദൗത്യമായി ലക്ഷ്യമായി കാണണം എന്ന് ഞാൻ പറയാൻ പോകുന്നു. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം എന്നതാണ് നമ്മുടെ സങ്കല്പം. കഴിഞ്ഞ 9 കൊല്ലം കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് അവസരം നൽകി. എന്നാൽ എന്തെങ്കിലും പ്രയോജനം സംസ്ഥാനത്ത് ലഭിച്ചോ? വൻ വ്യവസായശാലകൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉയർന്നപ്പോൾ അവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പായി. ഈ നാട്ടിലെ മുൻനിര ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാർ ആഴ്ചകളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിലാണ്. അവരെ കണ്ടില്ലെന്ന് നടിച്ച് 100 രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകാത്ത സർക്കാരാണിത്. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കൾക്ക് തൊഴിൽ നിഷേധിക്കുകയാണ് സർക്കാർ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിലാണ്. ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്കും കേരളത്തിൽ തന്നെ. ആശാവർക്കർമാർക്കും കർഷകർക്കും തുടങ്ങി സംസ്ഥാനത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് പിണറായി സർക്കാരിന്റെ 9 വർഷങ്ങളിൽ യാതൊരു ആഘോഷവുമില്ലെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, വിപിൻ കൂടിയടത്ത്, KS രാജേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന നേതാക്കളായ അനൂപ് ആന്റണി, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, E ചന്ദ്രൻ, രമ രഘുനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാരെ തിരുപ്പതിയിൽ നിന്നും പോലീസ് കണ്ടെത്തി. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്തുതോട്ടം ചോലയിൽ അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെയാണ് ഈ മാസം 20 മുതൽ കാണാതായത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 10-നും 11-നും ഇടയിൽ ഇരുവരും ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്നും കോയമ്പത്തൂരെത്തി തിരുപ്പതിയിലേക്ക് പോയതായും കണ്ടെത്തി. ചാലിശ്ശേരി പോലീസ് സംഘം തിരുപ്പതി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. അന്തർ സംസ്ഥാന പോലീസ് ഗ്രൂപ്പ്, തിരുപ്പതി പോലീസ് എന്നിവരുടെ സഹായത്തോടെയാണ് ഇരുവരെയും തിരുപ്പതിയിൽ നിന്നും കണ്ടെത്തിയത്. ചാലിശ്ശേരി SHO കുമാർ, സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, DYSP ക്രൈം സ്ക്വാഡ് അംഗം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ റഷീദ്, ജിതിൻ ബാബു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. നമ്മൾ ഒന്നാകണം നാടിന്റെ നന്മയ്ക്കായി എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സാഹോദര്യ പദയാത്ര പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ പെരുമ്പിലാവ് വെൽഫെയർ പോയിന്റിൽ നിന്നും വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് നയിച്ച സാഹോദര്യ പദയാത്ര പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പര്യടനം നടത്തി. വംശീയ വിദ്വേഷത്തിനും സാമുദായിക ചേരിതിരിവിനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും സ്വാതന്ത്ര്യ പോരാട്ടത്തെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി സാഹോദര്യ പദയാത്ര നടത്തിയത്. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷമീറ നാസർ, ഷബീർ അഹ്സൻ, മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് അംഗം മുഹമ്മദ് അസ്ലം, പ്രവാസി ഫോറം പ്രസിഡന്റ് PS ഷംസുദ്ദീൻ, FITU ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് KB, തനിമ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷഹീദ് പാലിയത്ത്, വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിയ അനീസ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ സ്വാഗതവും ട്രഷറർ NK മൊയ്തീൻ നന്ദിയും പറഞ്ഞു.
സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലിയേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയ്ക്ക് മെയ് 9 3 മണിക്ക് പെരുമ്പിലാവിൽ സ്വീകരണം നൽകും. കരിക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച് പെരുമ്പിലാവ് ജംഗ്ഷനിൽ സമാപിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയിൽ മണ്ഡലത്തിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കും. സൗജന്യ ശാരീരിക മാനസിക വൈകല്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ട്രോപ്പിക്കൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളത്ത് വെച്ച് നടത്തുന്ന പരിപാടി ഓരോ കുട്ടികളുടെയും ഭിന്നശേഷി തിരിച്ചറിയുന്നതിനും ഉചിതമായ പരിശീലന രീതികൾ നിർണ്ണയിക്കുന്നതിനും മാതാപിതാക്കൾക്ക് പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടിയാണ്. ഏപ്രിൽ 27 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 2 മണി വരെയാണ് ക്യാമ്പ്. ആദർശ് സ്പെഷ്യൽ സ്കൂളിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 04885 24 81 7 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.